ഓടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് റാഗി എന്ന് പറയും, ഹിന്ദിയിൽ നാച്ചിനി എന്ന് പറയും, നമ്മുടെ മലയാളത്തിൽ കൂവരക്. ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കുതിരണം, വെള്ളമൊഴിച്ചിട്ട് കുതിർത്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്, ഇതിന് 1/4 കപ്പ്. അപ്പോൾ കപ്പ് അളവില്ലാത്തവർക്ക് ഈ സ്പൂണിന് ഒരു 6 സ്പൂണ്. അപ്പൊ ഇത് 2 മണിക്കൂറിൽ കൂടുതൽ കുതിർന്നു നന്നായിട്ട് കഴുകി വാരി അരിച്ച് വെച്ചിരിക്കുന്ന റാഗിയാണ്. അതിലേക്ക് നമുക്ക് 3 ഏലക്ക കൂടി ഇടാം. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം മിക്സിയിൽ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം അരയ്ക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. നമുക്ക് ജ്യൂസ് പരുവത്തിൽ തന്നെ വേണേ. അപ്പൊ ആദ്യം തന്നെ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ചാറ് കഴുകി ഇങ്ങനെ വെള്ളം ഒഴിക്കാം, കാരണം നമുക്ക് ഇനി ഓൾറെഡി വെള്ളം ചേർക്കാനുള്ളതാണ്. നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ അരിച്ചെടുക്കാം. ഒട്ടും തരി ഇല്ലാതെ വേണം അരിച്ചെടുക്കാൻ. ആദ്യം ഞാൻ കുറച്ച് കണ്ണകലം ഉള്ള അരിപ്പയായിരുന്നു എടുത്തത്. ഇപ്പോ നല്ല അടുപ്പമുള്ള ചെറിയ അരിപ്പയാണ് എടുത്തേക്കുന്നത്. ഇത്രയും അതിനകത്തൊന്നും കിട്ടിയേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കണം. ശർക്കരയാണ് ചേർക്കേണ്ടത്. ഞാൻ പക്ഷേ ശർക്കരയ്ക്ക് പകരം പനം ചക്കര, ഞങ്ങളുടെ നാട്ടിൽ കരിപ്പോട്ടി എന്ന് പറയും, ചക്കര എന്ന് പറയും, അതാ ചേർക്കുന്നത്. ശർക്കരയല്ല കേട്ടോ. അപ്പൊ അത് മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. എത്രയും മധുരം വേണോ അത്രയും. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തണുപ്പിച്ചാണ് കുടിക്കേണ്ടത്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുടിക്കേണ്ടത്. ഞാനിപ്പോൾ അതിന് പകരം തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് കട്ടി വേണ്ട, നല്ല ലൂസായിട്ട് വേണം. അതാണ് പരുവം വെള്ളത്തിന്റെ. ലാസ്റ്റില് നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ, കസ്കസ് എന്ന് പറയും, സബ്ജ എന്ന് പറയും, അത് കുറച്ച് വെള്ളത്തിലിടുമ്പോൾ ഇതിങ്ങനെ കണ്ണുപോലെ പൊങ്ങി വരും. അതുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് അതിട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. നാരങ്ങ വെള്ളത്തിലും എല്ലാത്തിലും ഞാൻ ഇതിട്ടാ കുടിക്കുന്നത്. കുറച്ച് കൂടുതൽ കിടന്നോട്ടെ, അത് നിർബന്ധമില്ല കേട്ടോ ഇത് ഇടണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം. തണുപ്പിച്ച് കുടിക്കുന്നതാണ് നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ ഐസ് ഇടാം, തണുത്ത വെള്ളം ഒഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.